ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൽ അതിൽ നമ്മൾ കറക്റ്റായിട്ട് പൈപ്പിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. പൈപ്പിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്, ഏതൊക്കെ പൈപ്പുകൾ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായി. അതിനെക്കുറിച്ച് അതിന് താല്പര്യം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഫിറ്റിങ്സിന് ഏതൊക്കെ ഗേജുകളാണ് അത് എങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോ, ഇത് എൽബോ ആണ്, 1 ഇഞ്ച് എൽബോ ആണ്. അത് കറക്റ്റായിട്ട് അതിൻ്റെ മെഷർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, 32 mm 10 kg കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഗേജ് വരുന്നത്. ഈ ഗേജ് എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ കനമാണ് വരുന്നത്. ഗേജ് വരുന്ന ഒരു കനമാണ് വരുന്നത്. അതായത് ക്വാളിറ്റിയാണ് ശരിക്കും പറയുന്നത് അതിൻ്റെ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് കനമുള്ള ഫിറ്റിങ്സ് ഉണ്ട്, അതല്ലാത്തതുണ്ട്, പല ടൈപ്പുകൾ വരുന്നുണ്ട്. ഇനി വേറെ ഒരു മോഡൽ കൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. ചിലത് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്ത് 4 kg എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താലുണ്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ടത് 10 kg ആണ്, ഇതിപ്പോൾ നമ്മൾ കണ്ടത് 4 kg ആണ് വരുന്നത്. അതായത് അതിൻ്റെ ഗേജ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 4 kg ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് സുപ്രീമിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കറക്റ്റ് നോക്കി അറിയാൻ പറ്റും. അത് വേറെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ക്ലാസ് 3-2 എന്നൊക്കെ ഗേജ് അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡ് അളവാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് കണ്ടോ, ഇതൊന്ന് 3 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ പ്രൊഡക്ട്സുകളിൽ 3 എന്ന സെക്ഷനിലേക്ക് വരുന്നതാണ്. അത് ചില പ്രൊഡക്ട്സുകൾ അങ്ങനെയാണ് വരുന്നത്, ചിലതിന് മാത്രം. ഇതിപ്പോൾ അടുത്തത് നോക്കി അറിയാൻ പറ്റും. സുപ്രീമിൻ്റെ തന്നെയാണ്. ചിലത് 4 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് സുപ്രീമിൻ്റെ തന്നെ ഫിറ്റിങ്സ് 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അതതിൻ്റെ ക്വാളിറ്റിയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് 3. ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് 4 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് തന്നെ സുപ്രീം തന്നെ വേറെ ഒരെണ്ണം കൂടി നോക്കുക. നമുക്ക് പല പ്രൊഡക്ട്സുകളും പല കമ്പനികളുടെയും പ്രൊഡക്ട്സുകളും നമ്മൾ നോക്കി അറിയാൻ പറ്റും. എല്ലാത്തിനും പലതും പല രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ചിലത് കറക്റ്റായിട്ട് ഗേജ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടോ. ഇത് നമുക്കൊന്ന് നോക്കാം. ഇത് കുറച്ചുകൂടി കളർ വ്യത്യാസം കണ്ടോ, നിങ്ങളതിന് നോക്കി അറിയാൻ പറ്റും. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് പോലെ യൂസ് ചെയ്യുന്നതാണിത്. ഇത് നമുക്ക് ഫിനോലെക്സിൻ്റെ പ്രൊഡക്ട്സാണ്. ഫിനോലെക്സിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഗേജ് കണ്ടോ, 10 kg എന്ന് മാർക്ക് ചെയ്തേക്കണുണ്ടോ. 10 kg ഫിനോലെക്സ് എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കുറച്ചുകൂടി റേറ്റ് കൂടിയ പ്രൊഡക്ട്സാണ്. അതായത് സാധാരണ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കളർ കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ചുകൂടി റേറ്റ് കൂടിയ പ്രൊഡക്ട്സുകളാണ്. ഇത് ബുഷാണ് വന്നിരിക്കുന്നത്. 1.5-ക്ക് 1 ബുഷാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ പല കമ്പനികളുടെയും പല പ്രൊഡക്ട്സുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗേജ് നോക്കിയിട്ട് നമുക്ക് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഈ ഗേജിനനുസരിച്ചിട്ട് എമൗണ്ട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് ഓരോ പ്രൊഡക്ട്സിനും ഗേജ് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ kg കണക്ക് വരുന്നതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതും ഫിനോലെക്സിൻ്റെ തന്നെ പ്രൊഡക്ട്സാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഗേജ് കാര്യങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ കമ്പനികളും പല കമ്പനികളിലും തന്നെയുണ്ട്. ഇനിയിപ്പോൾ സുപ്രീമിൻ്റെ തന്നെ വേറെ നമ്മൾ എടുത്ത് നോക്കുക. ഇത് തന്നെ ഫിനോലെക്സിൻ്റെ നമ്മൾ നേരത്തെ കണ്ടത് കൂടാതെ ഏകദേശം വൈറ്റ് കളർ തന്നെ സുപ്രീം ഫിനോലെക്സിൻ്റെ ഒരു പ്രൊഡക്ട്സ് കണ്ടോ, അതിൻ്റെ അകത്ത് A4 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആ കമ്പനിയുടെ തന്നെ കൂടിയ ക്വാളിറ്റിയും ഉണ്ട്, കുറഞ്ഞ ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ വേണ്ടതെന്ന് ആദ്യം നമ്മളൊന്ന് തീരുമാനിക്കണം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് ചെയ്യണമെങ്കിൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ നമുക്ക് സെലക്ട് ചെയ്യാം. ലോ ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് സെലക്ട് ചെയ്യും, ലോ ക്വാളിറ്റി ഇട്ട് സെലക്ട് ചെയ്യാം. ഇത് ഒരു നമ്മുടെ എയർ കോളാണ് വരുന്നത്. അതിൻ്റെ മുകളിൽ 1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പ്രൊഡക്ട്സും അതുപോലെ മാർക്കിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത്, വീടിൻ്റെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി പൈപ്പിൻ്റെ കൂടെ ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൻ്റെ യൂസ് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് അത്യാവശ്യം ലോ ക്വാളിറ്റി ഒരു മീഡിയം ക്വാളിറ്റി മതി, മീഡിയം ക്വാളിറ്റി ലോ ക്വാളിറ്റി മതി, ലോ ക്വാളിറ്റി. ഈ കമ്പനികളെല്ലാം തന്നെ അങ്ങനത്തെ ഫിറ്റിങ്സുകൾ ലോ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, മിൽക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കൂടുതൽ ആളുകളും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു മോട്ടിവേഷൻ, ഇതുപോലുള്ള വീഡിയോസ് ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം, ലൈക്കും കൂടി ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.